ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരു എന്താ പറയുക വീഡിയോ എടുക്കുന്നത്, ലോങ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ചെറിയതായിട്ടുള്ള പാളിച്ചകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിവേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺഫിൽറ്റേഡ് സൗമ്യ. ഞാൻ ബാംഗ്ലൂരാണുള്ളത്, എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. നമ്മൾ എണീക്കാനൊക്കെ അവിടെ ഭയങ്കര ലേറ്റാവും. അങ്ങനെ ദോശയും സാമ്പാറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ണനാണ് ഈ ഓടുന്നത് കേട്ടോ. ആക്ച്വലി അവന് സ്വിമ്മിങ്ങിൽ ഇറങ്ങുക അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ള ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഇവിടെ ചേച്ചീൻ്റെ മോനുള്ളതും കൊണ്ട് അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി 2 തവണ അവനെ സ്വിമ്മിങ്ങിന് വിട്ടതാണ്. പക്ഷേ എന്താ പറയുക, അവന് ഭയങ്കര പേടിയാണ്. അവനെ പേടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ആയിപ്പോവും. അങ്ങനെയാണ് ഞാനത് നിർത്തിയത്. പക്ഷേ ഇവിടെ വന്ന് ഇറങ്ങാൻ തുടങ്ങി, പൂളിൽ ഇറങ്ങുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും അവിടെ തന്നെ നിന്നു, കാരണം ഇനി ഞാൻ വന്ന് കണ്ടൊരു പേടി വേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ജിമ്മുള്ളത്. ജിമ്മെന്ന് വെച്ചാൽ എനിക്കൊരു വികാരമാണ് കേട്ടോ. ഞാൻ വളരെ കൺസിസ്റ്റൻ്റായിട്ട് ജിമ്മിൽ പോകാത്ത ഒരാളാണെങ്കിൽ കൂടി എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഇവിടെ ജിം അത്യാവശ്യം ഒരു വലിയൊരു ജിമ്മാണ് കേട്ടോ. ഒരുവിധം എല്ലാ എമ്യൂണിറ്റീസൊക്കെ അവിടെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ നിന്ന് ഞാൻ കുറച്ച് നേരം നടന്ന് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഒരു നല്ല മിറർ ഉണ്ട് കേട്ടോ, ഭയങ്കര ലോങ് സ്റ്റാൻഡിങ് മിറേഴ്സ്, ഒന്നല്ല കുറേ എണ്ണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഫ്ലാറ്റിലേക്ക് നടന്നു പോകുന്ന സമയത്ത് നമുക്ക് താഴെ നിന്നാൽ തന്നെ കാണാം കേട്ടോ ഫ്ലാറ്റിൻ്റെ ആൾ നിൽക്കുന്നത്, അതെൻ്റെ നീസാണ്. പിന്നെ അവരുടെ ഫ്ലാറ്റിന് മുമ്പിലല്ല സൈഡിൽ ഒരു ലോൺ ഉണ്ട് കേട്ടോ, ഒരു ലോൺ ഏരിയ. നല്ല അടിപൊളി ഏരിയ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതറൊക്കെ അവിടെ നടത്താം, പാർട്ടിയൊക്കെ നടത്താം. പിന്നെ ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി പറ്റുകയൊക്കെ ചെയ്യും. ഈ കാണുന്ന അവരുടെ വിൻഡോ തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്തമാനം പറയുന്നു. എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണല്ലോ നമുക്ക് കുറേ കത്തിയടിക്കാനുണ്ടാവുക. കുറേ റൂമേഴ്സോ കുറേ പൊട്ടത്തരോ കുറേ എന്തൊക്കെയോ അവളുടെ കോളേജ് വിശേഷങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് അങ്ങ് തെറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് രാമേശ്വരം കഫേയിലേക്കാണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആണ്. ഇനി ബാംഗ്ലൂർ വന്ന് പോകുന്നവർക്കും ഏറ്റവും കൂടുതൽ അറിയുന്നൊരു കഫേയാണ് കേട്ടോ രാമേശ്വരം കഫേ. ഇതിൻ്റെ നമ്മുടെ സീറ്റിംഗ് ഉള്ള ഒന്നാണ് ഇവിടെ ഞങ്ങൾ പോയിരിക്കുന്നത്, ഇലക്ട്രോണിക് സിറ്റിയിലുള്ളത്. പുതിയതാണ് കേട്ടോ, തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1-2 മാസമായിട്ടേ ഉള്ളൂ. ഇവിടെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ദോശ ഒഴിച്ച് ബാക്കി എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദോശ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് ബൃന്ദാവനിലെ നല്ല അടിപൊളി ക്രിസ്പി ദോശ കഴിച്ചിട്ടായിരിക്കും. ഇവിടെ കുറച്ച് തടി കൂടിയ ബണ്ണേ ദോശ, ആ ഒരു കൈൻഡ് ഓഫ് ദോശയാണ്. അതെനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കാറില്ല. പക്ഷേ ഇവിടുത്തെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. മിനി ഇഡ്ഡലി ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇത്തവണ ഞാനൊരു വെറൈറ്റി ഫുഡ് കഴിച്ചതാണ് നമ്മുടെ റാഗീൻ്റെ ഒരു റോട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2 വാങ്ങി കഴിച്ചു. അത്യാവശ്യം എക്സ്പെൻസീവാണ് കേട്ടോ ഇവിടെ. അത്രയും എക്സ്പെൻസീവ് ആവണോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് കത്തിയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവർക്കൊരു കോർണറൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുട്ടി അമ്പലങ്ങളുണ്ട്, പുറത്തും ഉണ്ട് അകത്തും ഉണ്ട്. അവിടെ ഇങ്ങനെ ഈ തിരുമേനിമാർ, ശാന്തിമാർ ഇങ്ങനെ എന്താ പറയുക, ആരതി ഒഴിഞ്ഞികളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ശരിക്കും ഒരു വൈകുന്നേരമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ആരതി ഒഴിഞ്ഞിങ്ങനെ എല്ലായിടത്തും കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടായിരുന്നു കേട്ടോ. ഇവരുടെ കിച്ചണിലും നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം. പിന്നെ രാമേശ്വരം കഫേയിൽ എനിക്ക് തോന്നുന്നു ഒരുപോലത്തെ എല്ലാവർക്കും അറിയാം, നമ്മൾ പടിയിൽ ഇരുന്നിട്ടും നിലത്ത് ഇരുന്നിട്ടൊക്കെയാണ് കഴിക്കുക. പക്ഷേ ഇവിടെ സീറ്റിംഗ് ഉണ്ട്, എന്നാലും ഇവിടെ എല്ലാവരും സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇതിൻ്റെ പുറമേ കുറേ സ്ഥലമുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ തന്നെ ഒന്നാണ് ഇത്, എന്താ ഇനി പറയുക, പശുത്തൊഴുത്ത് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താ പറയുക, ഇപ്പം കുറേ കുഞ്ഞി പശു കുട്ടികളാണ് കേട്ടോ അവിടെ ഉള്ളത്. എല്ലാവരും വന്ന് അവരെ തോടുന്നും തലോടുന്നൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് പേടിയായത് കൊണ്ട് ഞാൻ പിന്നെ അതിനെ നിന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. കുറച്ച് രാത്രിയായി, ഒരു 8-9 മണിയായി പോകുന്ന സമയത്ത്. പോയത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഒരു കാത് ഇൻ ദ സെൻസ് ഹെലിക്സ് കുത്തണം എന്നുള്ളത്. ഇപ്പം ബുഗാഡിയും ഹെലിക്സും കോഞ്ചൊക്കെയാണല്ലോ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കോഞ്ചും ബുഗാഡിയും കുത്താനുള്ള ആ ഒരു ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹെലിക്സ് കുത്താന്നുള്ളത്. ആദ്യം ഞാൻ 1 കുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വിചാരിച്ചു 2 കുത്താന്നുള്ളത്. ഈ ഞങ്ങൾ പോയൊരു സ്ഥലത്തുള്ള അങ്കിളുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല കൈവഴക്കമുള്ളൊരു വ്യക്തി ഉണ്ടാവില്ലേ, എന്താ പറയുക, കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കും ആ ഒരു കുത്തിയ സമയത്ത് നമുക്കൊരു വേദന ഉണ്ടെന്നല്ലാതെ, ഇതിപ്പം കുറച്ച് നാളായി ഞാൻ കുത്തിയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും, എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയും നീസും ചേച്ചീൻ്റെ മോനും ഒക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആർക്കും ഒരു വേദനയോ അല്ലെങ്കിൽ പഴുപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല.
ചില സമയങ്ങളിൽ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ തന്നെ പഴുക്കും എന്നൊക്കെ ഉള്ളത്. ഇത് ഞങ്ങൾക്ക് ആർക്കും തോന്നാത്ത എനിക്ക് തോന്നുന്നു മൂപ്പർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെ അതൊക്കെ കുത്തി അവിടെ തന്നെ കമ്മലൊക്കെ ഇട്ടു. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുന്ന സമയത്ത് പൈസയും കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ മുറുക്കുന്ന സമയത്തൊക്കെ എനിക്ക് കുറച്ചൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദന മാറി. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു കാതിൽ ഹെലിക്സും ഒരു കാതിൽ ബുഗാട്ടിയൊക്കെ ചെയ്യാന്നുള്ളത്. പിന്നെ വിചാരിച്ചു ഇനി രണ്ടും കൂടെ ചെയ്തിട്ട് എല്ലാം കൂടെ കൊള്ളാവേണ്ടെന്നുള്ളത്. അങ്ങനെയാണ് 2 ഹെലിക്സ് കുത്താൻ വേണ്ടി ചെയ്തത്. പക്ഷെ അത് കുത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു, അതങ്ങനെ സാധിച്ചെടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്